ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽകർഷകർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന കടുത്ത പ്രതിസന്ധി ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉന്നയിച്ചു. ഇത് സംബന്ധിച്ചുള്ള അടിയന്തര ഇടപെടലിന് ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന കടുത്ത പ്രതിസന്ധി കൊടിക്കുന്നിൽ സുരേഷ് എം പി ലോക്സഭയിൽ ഉന്നയിച്ചു. Chairperson, Madam, I wish to bring to the urgent attention of the House the severe crisis faced by paddy farmers in Kuttanad and Upper Kuttanad, covering Alappuzha, Kottayam and Pathanamthitta districts. Due to serious lapses in the procurement process, the delay in procurement and inefficiency in payment disbursement have placed thousands of farmers in deep financial distress. One of the major concerns is the delayed procurement by rice mills, which has led to the situation where farmers are unable to sell their produce at the right time. As a result, there are either forced to hold onto their stock without proper storage facilities to sell at lower prices to private buyers, leading to losses. Despite repeated assurance, the procurement process remains sluggish and unorganized. The inefficiency of the state government and the departments, particularly agriculture and civil supplies department, has further aggravated the crisis. The absence of the well-coordinated procurement mechanism has resulted in large-scale mismanagement causing unnecessary hardship for the farmers. Lack of the proper planning and accountability has severely impacted the timely collection and storage of harvest paddy. നെല്ല് സംഭരണ പ്രക്രിയയിലെ ഗുരുതരമായ വീഴ്ച, സംസ്ഥാന സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും നിസ്സംഗത, കാലതാമസം നേരിടുന്ന സംഭരണം, നിശ്ചിത നിരക്കിൽ കർഷകർക്ക് താങ്ങുവില ലഭ്യമല്ലാത്തത് എന്നിവ കർഷകരെ ദുരിതത്തിലാക്കിയിട്ടുണ്ടെന്ന് എം പി ലോക്സഭയിൽ പറഞ്ഞു. മില്ലുകൾ നടത്തുന്ന സംഭരണം വൈകുന്നത് മൂലം കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് വിൽക്കാൻ കഴിയുന്നില്ല. തുടർച്ചയായി ഉറപ്പ് നൽകിയിട്ടും സംഭരണ സംവിധാനത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്തത് കർഷകരുടെ ജീവിതോപാധിയെ തന്നെ തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി വ്യക്തമാക്കി. നേരത്തെയും ഈ പ്രശ്നം വിവിധ തലങ്ങളിൽ ഉന്നയിച്ചിരുന്നുവെങ്കിലും സംയോജിത സംഭരണ സംവിധാനത്തിന്റെ അഭാവം വലിയ തോതിലുള്ള അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വഴിവെക്കുന്നുണ്ട്. കൃഷി വകുപ്പിന്റെയും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും നിലപാട് കർഷക വിരുദ്ധമാണെന്നും എം പി ആരോപിച്ചു. നെല്ലിന്റെ സമയോചിതമായ ശേഖരണം, കർഷകർക്ക് താങ്ങുവില ഉറപ്പ്, സംഭരണത്തിനായുള്ള മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള അടിയന്തര ഇടപെടലിനാവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.